ഓരോ ജനങ്ങളുമാണ് വോട്ട് ചെയ്യുന്നവർ. ഓരോ വോട്ടുകൾ ചേർന്നാണ് ഞാൻ പറയുന്ന അത്രയും വോട്ടുകളിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന വോട്ടുകളിലേക്ക് എത്തുക. അങ്ങനെ നോക്കുമ്പോൾ 70,000 മനുഷ്യരുടെ വോട്ട് അറിഞ്ഞ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണിത്. അത് LDFന് അനുകൂലമായി 70,000 മനുഷ്യരെങ്കിലും വോട്ട് ചെയ്യും എന്നുള്ളതിലൊരു തർക്കവുമില്ല. അതിൻ്റെ അർത്ഥം 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് LDFന് ഒരു ഏകപക്ഷീയ വിജയം ഇവിടുത്തെ ജനങ്ങൾ സമ്മാനിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, വികസന വിഷയങ്ങളാണ് പ്രധാനമായും ജനങ്ങളുമായി പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം BJP കോൺഗ്രസ് ഡീൽ എന്നുൾപ്പെടെയുള്ള വിഷയം. ഈ വിഷയം സംസാരിച്ചപ്പോൾ അത് ജനങ്ങൾ അത് ഏറ്റെടുത്തു എന്നൊരു പ്രതീക്ഷയാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ പങ്കുവെക്കുന്നത്. എന്നാൽ അതേസമയത്ത് വലിയ പ്രശ്നങ്ങൾ, വിവാദങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു UDF ക്യാമ്പ് ചെയ്തത്. അത് പക്ഷേ ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു UDF. വികസന ചർച്ച LDF നടക്കുമ്പോൾ മറ്റ് വിവാദങ്ങളിലേക്കാണ് അവർ പോയത്. അത് അവർക്ക് വോട്ട് അങ്ങനെ നേടാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലും ഉണ്ടായിരിക്കാം. ആ വിലയിരുത്തൽ ജനങ്ങളെ വില കുറച്ച് കണ്ടതുകൊണ്ടാണ് അങ്ങനെ വിലയിരുത്തുന്നത്. ഇതിന് രണ്ടിനും ജനങ്ങൾ മറുപടി കൃത്യമായി പറയുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മതിപ്പില്ലാത്ത ഒരു ജനതയായി പാലക്കാട് നിന്ന് പുറത്തുള്ളവർ വന്ന് ഇലക്ഷൻ നിയന്ത്രിച്ച് അങ്ങനെയൊക്കെ മാറ്റിക്കളയാമെന്ന് വിചാരിച്ചാൽ പാലക്കാട് അതിന് മറുപടി നൽകും. അതിനൊന്നും ഒരു തർക്കമില്ല. പാലക്കാടിന് അറിയാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന്.